ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിഡിലം ആപ്ലിക്കേഷനാണ്. RBI അപ്രൂവുള്ള ഒരു സൂപ്പർ NBFC എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സും മറ്റ് പ്രത്യേകതകളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ തംബ്നെയിലിൽ കൊടുത്തിരുന്നു, ഈ സിബിൽ ഇല്ലാത്തവർക്കും എന്തെങ്കിലും ഒരു ഫിനാൻസ് കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദയവേത് കമൻറ്റ് സെക്ഷനിൽ വന്ന് തെറി വിളിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു ആപ്പ് ഒരുവിധം അതായത് ഏകദേശം ഒരു 75% ആൾക്കാർക്കും അറിയാവുന്ന ഒരു കിഡിലം ആപ്ലിക്കേഷൻ തന്നെയാണ്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഇപ്പോൾ ഞാൻ ആപ്പിൻ്റെ പേര് പറയുന്നില്ല, പറഞ്ഞാൽ ആൾക്കാർ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് എന്താണെന്ന് അറിയാതെ ഉടൻ തന്നെ അതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് നോക്കും, അപ്ലൈ ചെയ്യും, കിട്ടില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ആപ്പിൻ്റെ പേര് പറയാത്തത്. ഞാൻ ആപ്പിൻ്റെ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആദ്യമേ തന്നെ പറയാനുള്ളത്, ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. RBI അപ്രൂവ്ഡ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അപ്പോൾ ആപ്പിൻ്റെ പേര് ഏതായാലും ഞാൻ പറയാം, ഏതായാലും നീ പറഞ്ഞാലേ പറ്റുള്ളൂ. മൊബിക്വിക്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഏറ്റവും മുകളിൽ ബാലൻസ് എന്ന് പറഞ്ഞ് കാണാം. അതെനിക്ക് കിട്ടിയ ലോൺ എമൗണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സിലേക്ക്, ബെനിഫിറ്റ്സിലേക്കും ഇവിടെ നിങ്ങൾക്ക് റീചാർജ്, പേ ബിൽസ്, നമ്മൾ GP, ഫോൺപേ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് സ്കാൻ ചെയ്ത് യൂസ് ചെയ്യാം. അതിന് ഒരുപാട് ക്യാഷ് ബാക്ക് കിട്ടും. UPI ട്രാൻസ്ഫർ നിങ്ങൾക്ക് ചെയ്യാം. സ്കാൻ എനി QR, വാലറ്റ് ടു ബാങ്ക്. ഇതൊരു പ്രത്യേക ഓപ്ഷനാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പ് ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ചാർജ് അവർ അപ്ലൈ ചെയ്യും, ഒരു 265. നിങ്ങളൊരു 10,000 രൂപയ്ക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഒരു 265 നിങ്ങൾക്ക് അവിടെ ചാർജ് ചെയ്യും. അതൊന്ന് കാണിച്ചു തരാം, കാരണം ആ ഒരു ചോദ്യം എനിക്ക്, ആ ഒരു ഡൗട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിരുന്നു, സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അത് വാലറ്റ് ടു ബാങ്ക് എന്ന ഓപ്ഷൻ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ട്രാൻസ്ഫർ ടു എ ന്യൂ അക്കൗണ്ട് എന്ന് കൊടുത്തിരിക്കുന്നത്, കാരണം ഇവിടെ ഞാൻ പുതിയ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ അക്കൗണ്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മുകളിൽ പേ എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണോ ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യമുള്ളത് അത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് കൊടുത്താൽ മതി. അപ്പോൾ അത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കറിയാം, സാധാരണ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇട്ട് ATM നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ഹ്യൂജ് ഇൻട്രസ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേടിഎമ്മിനെക്കാട്ടിയും ഒരുപാട് നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് മൊബിക്വിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ 1150 രൂപ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് ലോൺ കിട്ടിയതാണ്. ഇത് ഞാനൊരു സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടു കൂടി വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി. ഇത് എല്ലാവർക്കും കിട്ടും, കാരണം അദ്ദേഹത്തിൻ്റെ സിബിൽ വളരെ ലോ ആണ്. അദ്ദേഹത്തിന് ഇത്രയും രൂപ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് കിട്ടും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ലോൺസ് എന്ന ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ വാലറ്റ് ടു ബാങ്ക് ചെക്ക് ചെയ്തതിന് ശേഷം ലോൺസ് ഉണ്ട്, നിങ്ങൾക്ക് ലോൺസ് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ എന്ന ഓപ്ഷൻ ഉണ്ട്. പേ റെൻറ്റ്, നിങ്ങൾക്ക് റെൻറ്റ് പേ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ പേ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് നടത്താം. EMI പേയ്മെൻറ്റ് എന്ത് വേണമെങ്കിലും നിങ്ങൾ നടത്താം. താഴോട്ട് വരുമ്പോൾ ഈ അൺയൂസ്ഡ് സിബ് ബാലൻസ്, എനിക്ക് 1000 രൂപ അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം അത് യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോർ 509 ആണ്. ഇതുകൊണ്ടാണ് ഞാൻ ആ ഒരു തംബ്നെയിലിൽ വിവരിച്ചിരിക്കുന്നത്. സിബിൽ സ്കോർ കുറവായാലും മതി, നിങ്ങൾക്ക് ലോൺ അവൈലബിലിറ്റി 100% ആണ്. ഇതെല്ലാവർക്കും കിട്ടും. നിങ്ങൾ ഈ 1000 രൂപ എടുത്ത് കറക്റ്റ് അടയ്ക്കുകയാണെങ്കിൽ 60,000 രൂപ വരെ നിങ്ങൾക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ആവശ്യക്കാർ മാക്സിമം യൂസ് ചെയ്യുക. താഴെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് തന്നിരിക്കുന്നത് 1000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റും മറ്റു കാര്യങ്ങളും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 1 ടാപ്പ് ചെക്കൗട്ടാണ്. എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് 35 ഡേയ്സ് നമുക്ക് അതിൻ്റെ കാലാവധി, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് കാലാവധി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്ന സിബ് ബാലൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാൻ കഴിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ അത് പറഞ്ഞുതരാം. ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ സിപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് 25 ക്യാഷ് ബാക്ക് ഉണ്ട്. മൊബൈൽ റീചാർജ് ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ 25 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് ഏതാണ് പറയുന്നത്, ഈ ഒരു സിപ്പ് അവരുടെ ഒരു ക്രെഡിറ്റ് അക്കൗണ്ട്, അതായത് ആ ഒരു ക്രെഡിറ്റ് കാർഡിൽ കിട്ടുന്ന പോലെ 1000 രൂപ നമുക്ക് ആ ഒരു ലിമിറ്റ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു 5 മാസം അല്ലെങ്കിൽ മാക്സിമം ഒരു മിനിമം 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 60,000 രൂപയെല്ലാം ലിമിറ്റ് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ സിബ് ബാലൻസ് അവർ തന്നിരിക്കുന്ന ഈ ഒരു ലിമിറ്റ് വെച്ച് നമുക്ക് എന്തെല്ലാം യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെല്ലാം വാങ്ങിക്കാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം, DTH റീചാർജ് ചെയ്യാം, ഇലക്ട്രിസിറ്റി, ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് നടത്താം,
സിപ്പ് പേയ്മെൻറ്റ് നടത്താം, LPG ബുക്കിംഗ്, അങ്ങനെ ഒരുവിധം ഓപ്ഷനെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മന്ത്ര, അജിയോ, അതുപോലെ തന്നെ മീഷോ, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോളോ ഫാർമസി, മെഡി പ്ലസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഷൂസ്, സ്പോർട്സ് ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 1000 രൂപ കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ 509 സിബിൽ സ്കോർ ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 5000, 6000 എല്ലാം കിട്ടുമായിരിക്കും. കാരണം ഇത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു കടൽ പോലുള്ളൊരു ആപ്ലിക്കേഷനാണ്. വളരെ നല്ല ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ എന്താ പറയുന്ന ഒരു ഗ്രോ ചെയ്ത് വരുന്ന ഒരു കിടിലം RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അറിയാതെ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.